ഹലോ അസ്സാമലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ. വളരെ പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നും ഇല്ല. കൊച്ചു വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ. അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് ഇന്നും പൂരി തന്നെയാണ് കേട്ടോ. ഇന്നലെ പൂരിയായിരുന്നു, ഇന്നും പൂരിയായിരുന്നു. അങ്ങനെ പൂരി ഉണ്ടാക്കി, കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കടിഞ്ചാ കുട്ടി കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ചോറ് റെഡിയാക്കി. പാവയ്ക്കും മുട്ടയും കൂടെ ഉള്ള തോരനാണ് ഇന്ന് വെച്ചത് കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ ഇന്നലെ വൈകിട്ട് വെറുതെ ചൂരയുടെ 1-2 കഷ്ണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു മക്കൾക്ക്. അങ്ങനെ ചോറും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മക്കൾക്കുള്ള ചായ എടുത്ത് കേട്ടോ. ചായയും പൂരിയും കൂടെ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടോടെ പൂരി കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കടിഞ്ചായയുടെ കൂടെ മക്കൾ കഴിച്ചോളും കേട്ടോ. അങ്ങനെ മക്കളെല്ലാം സ്കൂളിലൊക്കെ വിട്ടു. അപ്പം മുറ്റത്ത് പാത്രം കഴുകാനുള്ള വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കാണ് കണ്ടോ 1-2 വഴുതനങ്ങ നിൽപ്പുണ്ട് കേട്ടോ. മുഴുത്തതാണ്. അപ്പം അത് പറിച്ചെടുത്തേക്കാന്ന് ഓർത്ത് അതൊക്കെ പറിച്ചുകൊണ്ടൊന്ന് പെരയ്ക്കകത്തൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്രം കഴുകും, പെര വൃത്തിയാക്കൽ, പെര തൂക്കൽ, തുടയ്ക്കൽ, അങ്ങനെയുള്ള ഓരോരോ പണികളെല്ലാം അത്യാവശ്യം എല്ലാം ഒതുക്കിയിട്ടാണ് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. മഞ്ഞ് പോലെ ചെറിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു വെയിൽ പോലെ വന്നപ്പോഴാണ് മുറ്റത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് അന്നേരം പുതിയ 1-2 പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതാണല്ലേ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആ പൂക്കളുടെ ഒന്ന് പിടിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ കർപ്പൂര ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്. അപ്പം മറ്റുള്ള ചെടികളിലെ പൂവൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പിന്നെ പുഴുവിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. എല്ലാ പൂവും ചെടിയെല്ലാം നമ്മൾ തിന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചെടികളൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ നമ്മൾ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചില്ല, അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഓരോരോ ചെടികളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഓരോ പുതിയ പൂക്കൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നോക്കി പിന്നെ തിന്നെ വെച്ചിരിക്കുന്ന നമ്മുടെ ചെടി ഉണ്ടല്ലോ, അതിൻ്റെ വേര്, അതുകൊണ്ട് ഈ കുപ്പിക്കകത്ത് വേരൊക്കെ കാണാൻ ഭയങ്കര പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്താ തിന്നാല ചെടി, അതുകൊണ്ട് ഈ ഒരു വെള്ളക്കുപ്പിയിൽ അതൊന്ന് കാണാൻ, എൻ്റെ പേര് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ കാണാം, അതെല്ലാം കണ്ടു നോക്കി. അങ്ങനെ നമ്മുടെ മുറ്റത്ത് ഓരോരോ പൂക്കളും ചെടികളും ഇതെല്ലാം കണ്ട് ഞാൻ പിന്നെ തുണി അലക്കായി. ഇന്നലെ നമ്മുടെ അയ പൊട്ടിപ്പോയല്ലോ, പുതിയ അയ കെട്ടി തുണി വിരിച്ചു, തുണി അലക്കി. അങ്ങനെ മുറ്റത്ത് ഇച്ചിരി കാട് പറിക്കാനുണ്ടായിരുന്നു, അങ്ങനെ പറിച്ചു. അങ്ങനത്തെ ഓരോരോ പണികളെല്ലാം കഴിഞ്ഞ് അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറി കേട്ടോ. അപ്പം ഞാൻ ഓർത്തുന്ന പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ അത് വെച്ചൊന്ന് ജ്യൂസ് അടിച്ച് വെച്ചേക്കാന്ന് ഓർത്ത് മക്കൾ വരുമ്പോഴത്തേക്ക്. അങ്ങനെ ആദ്യം തന്നെ പൈനാപ്പിളിൻ്റെ മുള്ളും കാര്യങ്ങളെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് പിന്നെ ചെറിയ പീസുകളാക്കി ഒന്ന് കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സിയിലിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ പീസുകളാക്കി കണ്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂഞ്ഞു പോലെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനടുത്ത് കടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയൊക്കെ എടുത്ത് കുത്തിയെടുത്തു. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. മുഴുവൻ ഇട്ട് കൊടുത്ത് നമ്മൾ അടിക്കണം. നമുക്ക് ജ്യൂസർ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ അത് ശരിക്കും അടിക്കാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് ഇച്ചിരി കൂടിപ്പോയി. 2 പ്രാവശ്യം ഞാൻ അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂടിപ്പോയി കേട്ടോ. നല്ല മധുരമായിരുന്നു അടിച്ചെടുത്തപ്പോഴത്തേക്ക്. ഇതാ ഇങ്ങനെ എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടോ, വീഡിയോ ഞാൻ വിട്ടുപോയേ. അങ്ങനെ പിന്നെ രണ്ടാമത് അടിച്ചെടുത്തതിൻ്റെയാണ് കാണിക്കുന്നത്. അങ്ങനെ അരിപ്പ ഒരെണ്ണം എടുത്തു. അപ്പോൾ അതിൻ്റെ പിടി ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയൊരു അരിപ്പ എടുത്താൽ പറ്റില്ല, അങ്ങനെ മുഴുത്ത അരിപ്പ എടുത്തു. അതിലേക്ക് നമ്മൾ ഒഴിച്ചിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി അതെല്ലാം എടുത്തു. പിന്നെ ലാസ്റ്റ് വന്ന് പിശുടാണ്, അത് നമുക്ക് ആവശ്യമില്ല, നമുക്കത് കളയാം.
അത് കഴിഞ്ഞ് നമ്മളിത് ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ ഒഴിച്ചെടുക്കുകയാണ്. നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. നല്ല കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്ത പൈനാപ്പിളും പഞ്ചസാരയും വെള്ളവും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. അപ്പം മക്കൾ വന്നപ്പോൾ ഇതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വാഴയ്ക്ക ചിപ്സ് അല്ലേ, അതായത് പഴുത്തു തുടങ്ങുന്ന ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയാണ് മക്കൾക്ക് വൈകിട്ട് ചായക്കടിയായിട്ട് ഞാൻ കൊടുത്തു. ജ്യൂസും ഉപ്പേരിയൊക്കെയാണ് കൊടുത്തത്. ചെറുക്കായി രാവിലത്തെ 2 പൂരി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെയും കഴിച്ചു കേട്ടോ. അപ്പോൾ അതേ കൊച്ചിരുന്ന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആ പൈനാപ്പിൾ എത്തിയതിൻ്റെ ആ ചരുവത്തിലേക്ക് തന്നെ കിഴങ്ങും ഇതൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് ഓർത്ത് അതെല്ലാം എടുത്തൊന്ന് റെഡിയാക്കി വെച്ചു. വൈകിട്ടത്തേക്ക് കറി വെക്കാം കേട്ടോ. അപ്പം കൊച്ച് 2-3 ഉപ്പേരിയൊക്കെ തന്നു. അതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറുക്കായിയുടെയാണ് ഓരോ കുരുത്തക്കേട് കണ്ടത്. അവനെയും വഴക്കൊക്കെ പറഞ്ഞു അവനന്നേരത്തേക്ക് കുതിരി മാറുകയാണ് കേട്ടോ. അങ്ങനെ അവനുമായിട്ടൊക്കെ ഇച്ചിരി നേരം മെല്ല് പിടിക്കേണ്ട വന്നു കേട്ടോ. അവന് ഭയങ്കര കുരുത്തക്കേടാണ് കണ്ടോ, കാണിക്കുന്നതൊക്കെ കണ്ടോ, ഭയങ്കര കുരുത്തക്കേട് പിരിപ്പിരിപ്പവന് ശരിക്കും കേട്ടോ. അങ്ങനെ അവൻ പിന്നെ മുറ്റത്തേക്കൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് പറക്കിയെടുക്കുകയാണ്. നമ്മൾ രാവിലെ കുറച്ച് വഴുതന ഉണ്ടല്ലോ, ആ വഴുതനയും കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് തീയൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തീയൽ വെക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എന്നതാ അരയ്ക്കുന്നതെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ ഇടയ്ക്ക് വീഡിയോയിൽ പറയാം എന്നതൊക്കെ അരപ്പിനെടുത്തതെന്ന്. ആദ്യം തന്നെ ഞാൻ വഴുതനയൊക്കെ ഒന്ന് അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ ഉണ്ടോ നോക്കി ഇക്കിളെടുക്കുന്നു. പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പം വലിയ കുഴപ്പമില്ല, പുഴുവും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരെണ്ണത്തിൻ്റെ മാത്രം സൈഡ് ഞാൻ പറഞ്ഞില്ല ഈച്ച കുത്തൊന്നുമില്ല. ഈച്ച കുത്തി ആ ഒരു സൈഡ് ഇച്ചിരി ഇതായിരുന്നു, അതേ പിന്നെ അത് കണ്ടിച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അങ്ങനെ അതാ വഴുതനയൊക്കെ ഒന്ന് 4ആയിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങും അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെത്തി എടുത്തിട്ട് 4ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിടാനർത്ഥം. പിന്നെ 2 പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ വൈകിട്ട് സ്റ്റൗവിലല്ല, ഇന്ന് കുറേ ദിവസമായി അടുപ്പിൽ തീ കത്തിച്ചിട്ട്. അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പം കുറച്ച് ദിവസമായി നമുക്ക് ആ വയ്യാതെ, പിന്നെ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. എന്താണ് രണ്ടും കൽപ്പിച്ചിട്ട് അടുപ്പിലെ തീയൊക്കെ കത്തിച്ചു. ഞാൻ എന്നിട്ട് ചട്ടിക്കകത്തേക്ക് കഴുകി വാരി എടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി പൊളിക്കാൻ താമസമായതുകൊണ്ട് ഒരു സബോള എടുത്ത് കണ്ടിച്ചിട്ടു കേട്ടോ. അത് സബോളയും നമ്മുടെ കിഴങ്ങും വഴുതനങ്ങയും പിന്നെ അതിലേക്ക് 2 പച്ചമുളകും ഉപ്പും മഞ്ഞളോട് ചേർത്ത് നമ്മൾ അടുപ്പി വെച്ചു. അതിന് ശേഷം നമ്മൾ തേങ്ങ തിരുമ്മാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ തിരുമ്മി വറക്കാനുള്ള തേങ്ങയാണ് കറിക്ക് വേണ്ടി. അത് തേങ്ങയും 2 പെരിഞ്ചീരകവും 2 കഷ്ണം ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കും കേട്ടോ. അതിൽ നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വാരി മൂപ്പിച്ചെടുത്ത് പിന്നെ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അരച്ചുകൂടെടുക്കും കേട്ടോ. അങ്ങനെയാണ് ചേർക്കുന്നത്. ഒന്നുകൂടെ പറയാവേ, തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും നന്നായിട്ട് വറുത്തിട്ട് തേങ്ങ മൂത്ത് കഴിയുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇളക്കിയെടുക്കും കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് കണ്ടില്ല, നല്ല കുറുകുറാന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് കലക്കി ചേർക്കാമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലൊക്കെ ആവശ്യത്തിന് അരപ്പിരിപ്പുണ്ട് കേട്ടോ. വെള്ളം ചേർക്കാതെ, ഒത്തിരി വെള്ളം ചേർക്കാതെയാണല്ലോ നമ്മൾ അരച്ചെടുത്തോണ്ട്. ആ മിക്സിയുടെ ജാറിലൊക്കെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കലക്കി ചേർക്കാം കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടെ കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കല്ലേ. അപ്പോൾ എന്താ, ഞാൻ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് എടുക്കണം കേട്ടോ. ഒത്തിരി ചാറും വേണ്ട, എന്നാൽ ചാറില്ലാതെ ഇരിക്കില്ല കേട്ടോ. ആ ഒരു ഇടത്തരം പരുവത്തിന് നമുക്ക് വാങ്ങിയെടുക്കണം. അപ്പോൾ തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലും ഞാൻ വെച്ച കറക്റ്റ് പാകത്തിനൊക്കെയായിരുന്നു. ഈ പരുവത്തിന് ഞാൻ വാങ്ങിയെടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 കടുകും വത്തൽമുളകും കൂടെ ഒന്ന് കടുക് താളിച്ചും കൂടെ ഇട്ട് കേട്ടോ. അപ്പം നമ്മുടെ വഴുതനങ്ങായും കിഴങ്ങും കൂടെ അടിപൊളി തീയൽ റെഡി കേട്ടോ. ഇന്ന് ഇതും പിന്നെ 2-3 മീനുണ്ടായിരുന്നു വറുക്കാൻ, അതുകൂടെ വറുത്ത് അതൊക്കെ കൂട്ടിയാണ് നമ്മൾ ചോറൊക്കെ ഉണ്ടത്. അപ്പം എന്നിട്ട് നല്ല അടിപൊളി തീയലായിരുന്നു പറഞ്ഞാൽ അടിപൊളി തീയലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ടും കൂട്ടി നാളത്തേക്കുള്ളതും ഇരിപ്പുണ്ട് കേട്ടോ. തീയലായതുകൊണ്ട് ഒന്നും പറ്റിയല്ല, അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അടുക്കളയെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി എടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.